ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിനുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ പെരുന്നാൾ തലേന്ന് പറയാൻ പറ്റില്ല, പെരുന്നാളിൻ്റെ അന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് അന്നാണ് കേട്ടോ, പെരുന്നാളിൻ്റെ അന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ ചുരിദാറാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. മാക്സി ഉണ്ട്, ചുരിദാറുണ്ട്, പിന്നെ ഉമ്മക്കുള്ള മാക്സികളും അതേപോലെ ഷോളും മക്കൾക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്മക്കുള്ള ഡ്രസ്സ് വേറെ രണ്ട് ആൺമക്കളുണ്ട്, അവരുടെ വകയായിട്ടുള്ളതും അതേപോലെ ഉപ്പൻ്റെ വകയൊക്കെയുള്ളതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മക്കൾക്ക് പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് കേട്ടോ. ഹസ്ബൻഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ടീഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു ഷർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഏതായാലും. അപ്പോൾ പിന്നെ മക്കൾക്ക് കുറച്ച് ബനിയൻ തന്നെയാണ് കേട്ടോ എടുത്തത്. കാരണം സ്കൂളിലൊക്കെ യൂണിഫോം ആവുകളൊക്കെ ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അവർക്കുള്ളതും എടുത്തിട്ടുണ്ട്. 3 പേർക്കും ടീഷർട്ടും അതേപോലെ നിക്കറും തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 3 പേർക്കും പിന്നെ വേറെ വേറെ കളർ തന്നെ ആക്കിയിട്ടുണ്ട്. എപ്പോഴും എന്തിനും അടി തന്നെയാണ് രണ്ടാളും. ഇപ്പോൾ മൂത്ത 2 ആൾക്കാരും അടിയാണ്. അതുകൊണ്ട് തന്നെ വേറെ വേറെ കളറൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ടാണ്, അല്ലേ പൊടി വന്ന് ഒക്കെ ശരിയാക്കിയേനെ. അപ്പോൾ എന്തായാലും വേണ്ടില്ല. മാഷാല്ലാ പെരുന്നാളിൻ്റെ ഡ്രസ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നാളത്തേക്കുള്ള ഫുഡൊക്കെ ഓർഡർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും ഇല്ല കേട്ടോ. മറ്റ് നമ്മൾ പെരുന്നാളിന് രാത്രി ഒരുപാട് പണികളുണ്ടാകില്ല, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുക, അങ്ങനത്തെ പണികളൊക്കെ സാധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കലാണ് ബിരിയാണി. ഇപ്രാവശ്യം ഓർഡർ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അതിനോട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിനോട് ഞങ്ങൾ എന്ത് ചെയ്ത് മാത്തോട്ട അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി ജ്യൂസൊക്കെ കുടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാല ഒക്കെ തേച്ച് വെച്ച് അങ്ങനെ പിറ്റേന്നാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പത്തിരിയും കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ എരിവുള്ള ചട്ടിപ്പത്തിരിയും മധുരമുള്ളതും രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഫസ്റ്റായിട്ട് തന്നെ വന്നത് ഉപ്പൻ്റെ ഷോപ്പിലുള്ള ആളായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് അവർ ചായയൊക്കെ കുടിച്ച് അവർ പോയി കേട്ടോ. അങ്ങനെ പിന്നെ വേറെയും ഗസ്റ്റുകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയപ്പോൾ ഞാൻ മക്കളെ വിളിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ആൾ കൂടുതലായി വന്നാൽ പിന്നെ നമുക്ക് എടുക്കാനൊന്നും നേരം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുവാരിപ്പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ചെറുവാരിപ്പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പെരുന്നാൾക്ക് അധികവും ചെറുവാരിപ്പരിപ്പിൻ്റെ പായസം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ പായസമൊക്കെ റെഡി ആയില്ല, ഇനി ചിക്കൻ പൊരിക്കാനാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് അവർ 2:30 ആകുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. പക്ഷെ അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും വൈഫൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള പായസവും കടിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫുഡ് നേരത്തെ എത്തിയിട്ടോ, 2:30 മണിയാകുമ്പോൾ ആയിരുന്നു നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അവർ നേരത്തെ എത്തിച്ചു കേട്ടോ. അവർ ഓർഡർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു വൈകിയതുകൊണ്ട്. അപ്പോൾ 2:30 ആകുമ്പോൾ മതി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സമയമായി. ഇപ്പോൾ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ, ബിരിയാണി പൊട്ടിക്കുകയാണ്. അധികം പെരുന്നാൾക്ക് 2 മണി 2:30 ആയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. കാരണം പായസമൊക്കെ കുടിച്ചാൽ പിന്നെ പെട്ടെന്നായിരിക്കും ഭക്ഷണം വേണ്ടി വരില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു 1:30 ആയപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഉപ്പക്കൊക്കെ കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണിനെക്കാട്ടിലും ബീഫ് ബിരിയാണിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ബീഫാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഹസ്ബൻഡ് ഒരു കാറ്ററിങ്ങിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വിളിച്ച് പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർക്ക് തിരക്കാണെന്നൊക്കെ പറഞ്ഞു, എന്നാലും നമ്മൾ സമയം വൈകിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ അതാക്കുന്ന മക്കളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയതാണല്ലോ, അവരിവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവർക്കും ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. 2 ഏട്ടന്മാരും അതേപോലെ പെങ്ങളും അവരെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസിമോനാണെങ്കിൽ ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പനിയും ജലദോഷവും. അങ്ങനെ അവനെ ആകെ കരച്ചിലും വീച്ചിലൊക്കെ ആണ്. എന്നാലും അവനെ ഞാനവിടെ ഉറക്കി കെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ അപ്പം തന്നെ ആടിനെ ഇറക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ രാവിലെ തൊട്ട് ആടിൻ്റെ വൈത്താലും ഇങ്ങനെ തീറ്റയൊക്കെ കൊടുത്ത് നടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് നല്ല സങ്കടമായിട്ടോ. അപ്പോൾ 2-3 ദിവസമായി നൈനും ആടിൻ്റെ വൈത്താലെ തന്നെ ആടിന് ഇലയും അതേപോലെ വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഒരു സങ്കടമായി. അപ്പോൾ എന്തായാലും പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്, അപ്പോൾ ഇറക്കുന്ന സമയം അപ്പോൾ അവരെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടോ. ഇനിയിപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടായിച്ചിട്ട് അങ്ങനെ അറവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അത് അറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിയൊക്കെ അവർ വെട്ടി ശരിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഹസ്ബൻഡും അതേപോലെ അളിയൻ പെങ്ങളും പുയ്യാപ്പിളയും കൂടിയാണ് കേട്ടോ പിന്നെ തൂക്കി അളന്നൊക്കെ ശരിയാക്കുന്നത്.
പിന്നെ അത് അവരുടെ ടെൻഷനൊക്കെ മാറിയിട്ടോ. പിന്നെ ഇറച്ചി തൂക്കാനും അതേപോലെ കവറിലാക്കാനൊക്കെ എല്ലാവരും വന്നു കേട്ടോ, മക്കളൊക്കെ വന്നേ. അപ്പം നെയ്ഫും നെയ്നൊക്കെ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന് ചെയ്യാനൊക്കെ. നെയ്നുതാ ഇറച്ചിനകത്ത് കളിക്കുകയാണ്. അപ്പോൾ പിന്നെ ആടിൻ്റെ ഇറച്ചിയല്ലേ, ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണല്ലോ. അപ്പം ഞാൻ അവനെ അവിടുന്ന് മാറ്റി ഇട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ വൈകുന്നേരമായി, ചായ കുടിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ബിരിയാണി തന്നെ ആയിരുന്നല്ലോ. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ വൈഫ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെരുന്നാൾ പൈസ ആണ് കേട്ടോ. അവർ രാവിലെ തന്നെ പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെങ്ങളും അതേപോലെ ഏട്ടനും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ പൈസ കൊടുക്കുകയാണേ. നെയ്ഫൊക്കെ രാവിലെ തുടങ്ങിയിരിക്കില്ല, എപ്പോഴും പെരുന്നാൾ പൈസ ഇട്ടോ എപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും മക്കൾക്ക് പിന്നെ അതൊക്കെ ഒരു രസം തന്നെയാണല്ലോ. പിന്നെ നമുക്കൊരു ചെറിയൊരു സന്തോഷം, അത്ര മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരൊക്കെ ഹസ്ബൻഡും പെങ്ങളും അതേപോലെ ഏട്ടനൊക്കെ പൈസ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മേൻ്റെ വകയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഉമ്മേൻ്റെ വകയുള്ള പൈസയൊക്കെ കിട്ടിയാൽ പിന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ പിന്നെ നെയ്ഫും നെയ്നൊക്കെ പൈസ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി തന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എന്തായാലും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ നെയ്ഫ്ക്ക് പൈസ കിട്ടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി തന്നിട്ടോ. ഇതാ നാസിക്ക് കൊടുക്കാൻ, നാസിയെ കയ്യിൽ പൈസ കൊടുത്തേയും അവിടെ തൊള്ളയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അവന് മേശമേൽ വെച്ചപ്പോൾ പിന്നെ അവന് പൈസയൊന്നല്ലോ നോക്കണത്, അവിടെ വേറെ എന്തുകൊണ്ടോ നോക്കണത് തിരിയാൻ, അതിന് തൊള്ളയിലേക്ക് കൊണ്ടുവന്ന കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ അതും വാങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.